പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 27-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 23 വേഴ്സ് 27. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പുറമേ കണ്ടാൽ വളരെ മനോഹരം, പക്ഷേ അകത്ത് മാലിന്യമാണ് എന്ന ഈശോയുടെ വാക്കുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നീലൻ മാമ്പഴം, നീലൻ മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്. മനോഹരമായ സൗരഭ്യം, നല്ല ടേസ്റ്റ്. എന്നാൽ ഈ നീലൻ മാമ്പഴം ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് ഒരിക്കൽ ഒരുമിച്ചുകൂടി നീലൻ മാമ്പഴം പൂളിയപ്പോൾ അതില് പുഴുക്കൾ ഇഴഞ്ഞിക്കിടക്കുകയാണ്. ഒരെണ്ണം അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച എല്ലാം അങ്ങനെയാണോ? അടുത്തതിലും പുഴുക്കളാണ്. പുറമേ കണ്ടാൽ വളരെ നല്ലതാണെങ്കിലും അകമേ അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ള സഹോദരികളെ, എല്ലാ നീൽമാമ്പഴത്തെയും കുറ്റപ്പെടുത്തുമല്ല. ചിലപ്പോൾ മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ വളരെ നല്ല ആളാണ്, നല്ല സഭ്യമായിട്ട് ഇടപെടുന്നു. പക്ഷെ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ പിടികിട്ടുന്നു അയാളുടെ മാലിന്യങ്ങള്, അശുദ്ധികൾ ഒക്കെ. ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള കാരണം നമ്മളിലേക്ക് തന്നെ തിരിയാനാണ്. നമ്മൾ പുറമേ നല്ലവരായിട്ട് അഭിനയിക്കാം. പുറമേ ആളുകൾക്ക് നോക്കുമ്പോൾ നമ്മൾ കുഴപ്പമില്ല, നല്ല വ്യക്തിയാണെന്നൊക്കെ തോന്നാം. എന്നാൽ പലപ്പോഴും റിയൽ സെൽഫ് ഉള്ളിലോട്ട് തിരിയുമ്പോൾ അത് തിന്മയായിട്ട് മാറാം. നമ്മുടെ ഉള്ളെങ്ങനെയാണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. ആ ഉള്ളിൽ തിന്മയുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.